ഹൃദയ ശുദ്ധീകരണമാണ്, വേണ്ടത് സ്വഭാവ സംസ്കരണമാണ്. അല്ലാഹുമ്മ അഹ്സിൻ ഖുലുഖി കമാ അഹ്സൻത ഖൽഖി ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു എന്റെ സ്വഭാവത്തെ നീ നന്നാക്കി തരണമേ, എന്റെ പ്രകൃതത്തെ, എന്റെ സൃഷ്ടിപ്പിനെ നീ എത്ര കണ്ട് മനോഹരമാക്കി, അതുപോലെ എന്റെ സ്വഭാവത്തെ നീ നല്ല കൗതുകമുള്ള, ഏറ്റവും നല്ല മനോഹരമായ, ഏറ്റവും നല്ല ഹൃദ്യമായ സ്വഭാവമാക്കി തരണമേ എന്നുള്ളതാണ്. അപ്പോ ഹൃദയമാണ് പ്രധാനം, ശരീരമല്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്ക്, നിങ്ങളുടെ വേഷവിധാനങ്ങളിലേക്ക്, ഭക്തി സാന്ദ്രമായ വേഷവിധാനങ്ങൾ, നിങ്ങളുടെ താടിയിലേക്കോ തൊപ്പിയിലേക്കോ തലപ്പാവയിലേക്കോ നിങ്ങളുടെ വസ്ത്രങ്ങളിലേക്കോ അല്ല നോക്കുന്നത്, പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. പക്ഷേ ഇതേ വേഷം ധരിച്ചുകൊണ്ട് മറ്റുള്ള മുസ്ലിമിനെ തെറി പറയാ, ഇതേ വേഷം ധരിച്ചുകൊണ്ട് താടി വെച്ചുകൊണ്ട് നീട്ടിക്കൊണ്ട് മറ്റുള്ളവരെ കാഫിറാക്ക, മറ്റുള്ളവരെ മുശ്രിക്കാക്ക, മറ്റുള്ളവരെ ദീനിന്ന് പുറത്താക്ക. എന്താ സ്വഭാവം? നോക്കൂ നിങ്ങൾ, അലി ഖാംനഈ എന്ന് പറയുന്ന ആള് ഷഹീദായി. അദ്ദേഹം ഷിയാ സുന്നി സംഘടനത്തിലല്ല ഷഹീദായിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി, മുസ്ലിം ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി. അപ്പോഴും മറ്റുള്ളവര് പ്രസംഗിക്കുന്നത് കേൾക്കാണ്, അറബിയിലും മലയാളത്തിലൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ ഇന്ന് സന്തോഷിക്കുന്ന ദിവസമാണ്. എന്ത് ഒരു മുസ്ലിമിന്, കുറെ മുസ്ലിമീങ്ങൾക്ക് അവർക്ക് അപകടം സംഭവിച്ചു. തന്റെ എതിർചേരിയിൽ വിശ്വാസപരമായി ഷിയാക്കളുമായിട്ട് നമ്മൾ വിയോജിക്കുന്നു. പക്ഷേ ലോക മുസ്ലിം പണ്ഡിതന്മാർ, സൗദി പണ്ഡിതന്മാരടക്കം ഇവരെല്ലാവരും മുസ്ലിമീങ്ങളാണെന്ന് അംഗീകരിച്ചവരാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെയോ, നമ്മുടെ വാക്കിൽ നിന്ന്, നമ്മുടെ പേനത്തുമ്പിൽ നിന്ന്, നമ്മുടെ കൈത്തുമ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാക്കുകൾ ഉണ്ടല്ലോ, ആ വാക്കുകൾ ഒരുപക്ഷെ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോയേക്കാം. അത് ശ്രദ്ധിക്കണം. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ നാക്കിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റുള്ള മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിരിക്കണം. മറ്റുള്ളവരെ ഈമാൻ പരിശോധിക്കുന്നതിന്റെ മുമ്പ് അവനവന്റെ ഈമാൻ പരിശോധിക്കുക. അവനവന്റെ ആഖിബത്ത് നല്ലതോ നന്നാവോ എന്ന് ഉത്കണ്ഠപ്പെടാ. ആരെയും നമ്മളെ കാഫിറാക്കാനും മുശ്രിക്കാക്കാനും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനും നടക്കരുത്. എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളതാണ്. നിങ്ങൾ ഏറ്റവും വലിയ തെറി വിളിക്കുന്നതിനേക്കാളും വലിയ അപകടകരമാണ് മറ്റുള്ളവരെ മേൽ കുഫ്ർ ആരോപിക്കൽ, ശിർക്ക് ആരോപിക്കൽ. അത് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യരുത്. ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും നിങ്ങൾ മൗനികളാകുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. കാരണം അള്ളാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ് ഒരാളുടെ ആഖിബത്ത് എങ്ങനെയാണെന്നുള്ളത്. കുഫ്റാണോ, ശിർക്കാണോ, ഈമാനാണോ, നിഫാഖാണോ, പടച്ചവന്റെ അടുത്തേക്കാണ്. ബാഹ്യമായ ലക്ഷണങ്ങൾ കൊണ്ട് ചിലത് നമുക്ക് ധരിച്ചു വെക്കാമെങ്കിലും എല്ലാം അവസാനം തീരുമാനിക്കുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അള്ളാഹുവിന്റെ വിധിയിൽ ഇടപെട്ട് രാജാവിനേക്കാളും വലിയ രാജഭക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി നടക്കരുത് എന്നുള്ളതാണ് എന്റെ സ്വന്തത്തോടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് യാത്രയുടെ വഴിയമ്പലത്തിലുള്ള സത്രത്തിലൂടെ നടന്നു പോകുന്ന, വിശ്രമ കേന്ദ്രത്തിലൂടെ നടന്നു പോകുന്നവർ ഇതൊരിക്കലും ശാശ്വത ഭവനമാണ് എന്ന് വിചാരിക്കരുത്. എന്തെങ്കിലും ആ മരണസമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് പോകാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കുക. വലദതുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫി ഹാലി മൗതിക ളാഹികം മസ്റൂറാ. നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ നീ കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് വീഴുന്നത്. നിന്റെ ബന്ധുമിത്രാദികൾ ചുറ്റുഭാഗത്തു നിന്നുകൊണ്ട് സന്തോഷഭരിതരായി പുഞ്ചിരിക്കുകയായിരുന്നു. എന്നാലും ദിവസം നിനക്ക് വരാനുണ്ട്, അന്ന് നിന്റെ ചുറ്റുഭാഗത്തു നിന്ന് ബന്ധുമിത്രാദികൾ കരയുമ്പോ നീ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിച്ചോ. അതിനു വേണ്ടിയായിക്കോട്ടെ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. ആ ഒരൊറ്റ ലക്ഷ്യം, ലിവജിഹില്ല, നിന്റെ വികാര പ്രകടനങ്ങൾക്ക് വേണ്ടിയാവരുത്, നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാവരുത്, നിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കരുത്, നിന്റെ സങ്കുചിതമായ ചിന്തക്ക് വേണ്ടിയായിരിക്കരുത്. ലിവജിഹില്ല. ഓരോ വാക്കുകളും ഓരോ പ്രവർത്തനങ്ങളും ഫീ സബീലില്ല, ലിവജിഹില്ല, അള്ളാഹുവിന് വേണ്ടി. നാളെ മരിച്ചു പോകുന്ന സമയത്ത് എനിക്ക് പുഞ്ചിരി തൂക്കിക്കൊണ്ട് മരണപ്പെട്ടു പോകണം. ഞാൻ മരിച്ചാൽ നാളെ ഓരോ മുഅ്മിനും പറയണം, അവന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നല്ല, ഖേദം പ്രകടിപ്പിക്കാൻ കഴിയണം. ഒരു മുസ്ലിമും ഒരു മുഅ്മിനും
എന്റെ മരണത്തിൽ സന്തോഷിക്കാൻ പാടില്ല. അവൻ പോയല്ലോ, ഇനി രക്ഷപ്പെട്ടു, അവന്റെ വാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു, അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. ഖേദമുണ്ടാകണം. ഓരോ മുസ്ലിമിനും ഖേദിക്കാൻ കഴിയണം. അങ്ങനെയുള്ള നല്ല ഫ്രൂട്ട്സുകൾ, നല്ല ഫലങ്ങളായിരിക്കട്ടെ നമ്മളെ വാക്കുകളിലൂടെ, നമ്മളെ പ്രവർത്തനങ്ങളിലൂടെ വരിക. അതാണ് അവസാന ശ്വാസം വിശ്വാസമായി മാറുക. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ശ്വാസമാണ്. അതാണ് ഈമാൻ കൊണ്ട് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. വി എന്നുള്ളത് ശ്വാസം എന്ന വാക്കിനെ പരിശുദ്ധമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് വിശ്വാസം എന്നുള്ളത്. വി എന്നുള്ള വാക്ക് വിശ്വാസം, വിശുദ്ധമായ ശ്വാസം. അവസാനം വിടുന്ന ആ ശ്വാസം വിശുദ്ധമായിരിക്കണം. ഒരാളെ കുറിച്ച് മുഅ്മിൻ എന്ന് പറയണമെങ്കിൽ ജീവിതകാലം മുഴുവൻ മുഅ്മിനായി ജീവിച്ചുകൊണ്ട് ഒരാൾ മുഅ്മിനാവില്ല. അവസാന ശ്വാസം ഈമാനിന്റെ ശ്വാസമാകണം. ഒരാൾ മുഅ്മിനാണ്, അവസാനത്തെ ശ്വാസം ഈമാനിന്റെ ശ്വാസമായിരിക്കണം. അവനാ മുഅ്മിൻ. വയസ്സ് 63 വരെ മുഅ്മിനായിട്ട് ജീവിച്ചു, അടുത്ത ദിവസം കാഫിറായിട്ടാണ് ചത്തുപോണെങ്കിൽ അവൻ മുസ്ലിം അല്ല. വയസ്സ് 63 വരെ ഒരാൾ കാഫിറായിട്ട് ജീവിച്ചു, അവസാന ദിവസം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുച്ചരിച്ചുകൊണ്ട് അവൻ മുഅ്മിനായിട്ടുണ്ടെങ്കിൽ അവനാണ് മുഅ്മിൻ. 63 കൊല്ലം മുസ്ലിമായി ജീവിച്ചവൻ അവസാനം കാഫിറായി പോയവൻ മുഅ്മിൻ എന്ന് പറയില്ല. 63 കൊല്ലം കാഫിറായി അവസാന ദിവസം മുഅ്മിനായി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവനാണ് മുഅ്മിൻ. ഓർക്കണേ, ആഖിബത്ത് നന്നായാലാണ് മുഅ്മിൻ, അല്ലാതെ ജീവിതം കൊണ്ടല്ല മുഅ്മിൻ. അവസാനം വിശുദ്ധമായ ശ്വാസം ഉണ്ടല്ലോ, അവസാനം വിടുന്ന വിശ്വാസം, അത് ഈമാനിന്റെ ശ്വാസമായിരിക്കണം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കറകളഞ്ഞ ശിർക്ക് പുരളാത്ത ഈമാനിന്റെ തൗഹീദിന്റെ ശ്വാസമാകണം. അത് റബ്ബിന്റെ മാർഗത്തിലുള്ള സമർപ്പണത്തിന്റെ ശ്വാസമാകണം. അതിനുവേണ്ടി പണിയെടുക്കുക. എന്റെ സ്വന്തത്തോട്, എന്റെ സഹോദരങ്ങളോട് പറയാണ്, അല്ലാഹു